ഒരു 5 വർഷത്തെ ഒരു പ്ലാൻ കൊണ്ട് അത്യാവശ്യം ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കിന്റെ സെറ്റപ്പാണ് ഇപ്പോൾ പറയുന്നത്. അതായത് അത്യാവശ്യം ക്വാണ്ടിറ്റി വാങ്ങിച്ചിടുകയാണെങ്കിൽ ഒരു 5 ഇയേഴ്സിലേക്ക് അത്യാവശ്യം ഒരു റിട്ടേൺ കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺ കിട്ടും. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ റിലയൻസ്. ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് റിലയൻസ് ആണ്. ഓക്കെ, റിലയൻസിനെ സംബന്ധിച്ച് റിലയൻസ് ഇപ്പം ഒരു 1300 റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട്. നല്ല രീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു കറക്ഷൻ ടൈമിൽ നമുക്ക് കറക്ഷൻ കഴിഞ്ഞതിന് ശേഷം റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇപ്പോൾ നിഫ്റ്റിയും കാര്യങ്ങളൊക്കെ മൂവ്മെൻറ്റ് തുടങ്ങി, അപ്സൈഡ് ഡയറക്ഷനിൽ പോയി തുടങ്ങി. യുദ്ധത്തിൻ്റെ ഒരു വിഷയമുണ്ടായിരുന്നു. ഓയിൽ പ്രൈസിൻ്റെ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്രൂഡിൻ്റെ പ്രൈസ് ഒരുപാട് കൂടിയിരുന്നു. അപ്പോൾ അത് ബാലൻസ്ഡായി. അങ്ങനെ ഈ വാറിൻ്റെ വിഷയം കൊണ്ടുണ്ടായിരുന്ന ക്രൈസിസിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റും, അത്യാവശ്യം ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഗ്രാജുവലി ഈ സോണുകൾ നോക്കിയിട്ട് ഗ്രാജുവലി ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഒരു 1300 1324 ആ ഒരു റേഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രൈസ് റേഞ്ചാണ്, ആവറേജ് റേഞ്ചാണ് വാങ്ങാൻ പറ്റിയത്. ഈവൻ 1265 ആ റേഞ്ചിലൊക്കെ വന്ന് വാങ്ങിയ ആൾക്കാർ കുറേ ഉണ്ട്. ഞാൻ വാങ്ങിയിട്ടുണ്ട്. സോ ഇനി ഫർദർ താഴേക്ക് പോകാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഇനി അത് വാങ്ങി അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഈവൻ അതൊരു 5 ഇയേഴ്സിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺ കിട്ടും. അത് പറയാൻ കാരണം ഇതൊക്കെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള വെരി വെരി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. റിലയൻസിൻ്റെയൊക്കെ മാർക്കറ്റ് ക്യാപിറ്റലും അവരുടെ മൂവ്മെൻറ്റും കാര്യങ്ങളെല്ലാം നോക്കും. 1600 വരെ പോയതാണ്. ഇപ്പോൾ 1300 രൂപയുടെ കറക്ഷന് വന്ന് നിൽക്കുകയാണ്. ഈ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. സോ അതിൻ്റെ മീനിങ് അത്യാവശ്യം നല്ലൊരു കറക്ഷൻ നോക്കി ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇത് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്ന് ഇവിടെ നിൽക്കുകയാണ്. ആ സെല്ലിംഗ് പ്രഷറിന് ശേഷം ഈ ക്യാൻഡിൽ നേരെ താഴെ പോയി അത് സെല്ലിംഗ് ആയിരുന്നു. ആ സെല്ലിങ്ങിന് ശേഷം അത് കറക്ഷൻ നൽകി ഈ ഒരു വലിയ വിക്ക് കണ്ടോ, അത് റെഡിൽ പോകേണ്ടതാണ്, അത് ബൈയിങ്ങിലേക്ക് വന്നു, അതായത് ഗ്രീനിൽ വന്നു. സോ ബൈയിങ് പ്രഷർ വന്നു, ട്രെൻഡ് റിവേഴ്സായി. ഓക്കെ, ഈ ട്രെൻഡ് റിവേഴ്സായി അഗെയിൻ ഈ പറഞ്ഞിരിക്കുന്ന നെക്സ്റ്റ് ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തു. ഡോജി അല്ല, ഇൻവെർട്ടഡ് ആണ്. സോ അതിനുശേഷം ഒരു ഇൻഡിസിഷൻ ഉണ്ട്. ബട്ട് ആക്ച്വലി ഈ ഒരു ട്രെൻഡ് റിവേഴ്സ് ആയതിനു ശേഷം ഈ ഒരു 1300 എന്ന് പറഞ്ഞ ഒരു ലൈൻ ഇവിടുന്ന് നല്ല റിജക്ഷൻ, നേരത്തെ ഈ ഒരു ലൈനിൽ വന്നപ്പോഴെല്ലാം നല്ല റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലൈനിലെല്ലാം വന്ന് ഈ ഒരു 1300 റേഞ്ചിൽ വന്നപ്പോൾ സ്ട്രോങ് ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട്. ഇവിടെ സ്ട്രോങ് ബൈയിങ് പ്രഷർ വന്ന് തിരിച്ച് ഈ ലൈന്, ഫോർ എക്സാമ്പിൾ ഈ നോക്കിയാൽ മതി, ഏപ്രിൽ 6, 2026 ആ ഒരു സമയത്ത് ഇവിടെ നല്ല സ്ട്രോങ് ബൈയിങ് പ്രഷർ വന്നു. അതിനുശേഷം മാർക്കറ്റ് ഏകദേശം 1426 വരെ ഈ റിലയൻസിനെ കൊണ്ടുപോയി. ഓക്കെ, സോ നല്ലൊരു ബൈയിങ് പ്രഷറുണ്ട്. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്. ആ പ്രോഫിറ്റ് ബുക്കിങ്ങിലാണ് ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സോണാണ്. ഐ മീൻ ഇത്രയും വന്നതിന് ശേഷം ഈ ഒരു ക്യാൻഡിൽ, ഇത്രയും വലിയ ക്യാൻഡിൽ, അതായത് 300 നിന്ന് 400ലേക്ക് 100 പോയിന്റ് മൂവ്മെൻറ്റ് നടത്തിയതിൻ്റെ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗാണ് ഇവിടെ നടന്നത്. അത് നടന്നു താഴേക്ക് വന്നു, തിരിച്ച് ഇവിടെ വരെ വന്നു. then again ഇവിടുന്ന് ബൈയിങ് സ്റ്റാർട്ട് ചെയ്തു. സോ ബൈ ചെയ്യേണ്ടവർക്ക് ഈ ഒരു റേഞ്ചിൽ ബൈ ചെയ്യാം. ഇതിൻ്റെ താഴേക്ക് പോകത്തില്ല. ഇതുവരെയാണ് മാക്സിമം വരാൻ പറ്റുന്നത്. 276 വരെയാണ് വരിക. അതിൽ താഴേക്ക് പോകില്ല. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്രാഷോ അല്ലെങ്കിൽ ഇനിയും അങ്ങനെ എന്തെങ്കിലും ക്രൂഡ് പ്രൈസ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഗ്ലോബൽ ന്യൂസ് വന്നാൽ മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. സോ ബൈ ചെയ്യേണ്ടവർ ബൈ ചെയ്താൽ ഒരു 5 ഇയർ ഒന്നും പോകില്ല. നല്ല രീതിയിൽ 2028 ആകുമ്പോഴത്തേക്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ഏകദേശം നിഫ്റ്റി 24,000 കിടക്കുന്ന 28,000 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ ഈ പറഞ്ഞ ഓൾ ടൈം ഹൈ ഒക്കെ അതിന് മുന്നേ തന്നെ അടിച്ച് മേളിൽ കയറി പോകും. സോ
ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബെറ്റർ ആയിരിക്കും. നോട്ട് ചെയ്ത് വെച്ചോ. നോട്ട് ചെയ്ത് വെച്ചു. ഇത് വേറെ ഏത് സ്റ്റോക്ക് പോയാലും റിലയൻസ് പോകും. അതാണ് അതിൻ്റെ ഒരു രീതി. കാരണം ഏറ്റവും ഹെവി വെയിറ്റ് ഇൻഡെക്സ് സ്റ്റോക്കാണ്. നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിൽ ഇന്ത്യയിലെ ഫിനാൻഷ്യലി സ്ട്രെങ്ത് ആയിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിലയൻസും പോകും. അതാണ് ഫിനാൻഷ്യലി ഇതിനെ കണക്ട് ചെയ്യുന്ന കാര്യം. ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിലയൻസും ഡെവലപ്പ് ആവും, സ്റ്റോക്കും ഡെവലപ്പായി മുന്നോട്ട് പോകും. അതല്ല ഇന്ത്യയുടെ ഗ്രോത്ത് താഴേക്ക് ഡീഗ്രോത്ത് ആണെങ്കിൽ ഇതും ഗ്രോത്ത് സ്റ്റണ്ടായിട്ട് തന്നെ നിൽക്കും. സോ എൻ്റെ ഒരു കൺവിക്ഷൻ വെച്ചിട്ട് ഇന്ത്യ നല്ല രീതിയിൽ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് ഈ വരുന്ന ഇയർസിൽ. അപ്പോൾ റിലയൻസും മസ്റ്റായിട്ട് മുകളിലോട്ട് തന്നെ കയറി പോകും. പിന്നെ മാർക്കറ്റിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രോബിലിറ്റിക്ക് മാത്രമാണ് സാധ്യത. നമുക്കൊരു ഗ്യാരണ്ടി പറയാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മുടെ നേരത്തെയുള്ള ഹിസ്റ്ററിയും നേരത്തെയുള്ള അതിൻ്റെ റിസൾട്ടുകളും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. റിലയൻസ് താഴേക്ക് വന്നപ്പോഴെല്ലാം തിരിച്ച് കവർ ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് TCS ആണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസ്. ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ ഗ്രാഫാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. IT സെക്ടറിൽ ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു സ്റ്റോക്കാണിത്. സോ ഇത് ഒന്ന് കറക്റ്റ് ആയിരിക്കും. ഞാൻ കുറേ നാളായിട്ട് 2026 സ്റ്റാർട്ടിങ് തൊട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദിവസം ഇതെന്ന് വെച്ചാൽ ഈ ഒരു ലെവൽ 2000 ആ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 2000 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇതിപ്പം ബൈ ചെയ്യാൻ പറ്റിയ സമയമാണ്, അൾട്ടിമേറ്റ് ടൈമാണ് ബൈ ചെയ്യാൻ പറ്റിയത്. സോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റ്ലി ഇത് പറയാൻ കാരണം നമ്മുടെ ഇപ്പോൾ ഇന്ത്യ UK ഒരു ട്രേഡ് ഡീലൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ജൂലൈ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. ആ ട്രേഡ് ഡീലിൽ താരിഫ് ഫ്രീ ആയിട്ട് പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ IT സെക്ടറിന് നല്ലൊരു ബൂം വരും. സോ അല്ലെങ്കിൽ തന്നെ TCS കവറപ്പ് ചെയ്യും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ഒരു കാര്യം കണ്ടാൽ മനസ്സിലാവും. ഈ 2020 നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഒരു ചാർട്ട് പുറകോട്ട് പോകുമ്പോൾ 2020 വന്നിരിക്കുന്ന ആ ഒരു കൊറോണയുടെയൊക്കെ ടൈമിൽ വന്നിരിക്കുന്ന ആ ഒരു ക്രാഷ് ടൈമിൽ വന്നിരിക്കുന്ന ആ പ്രൈസിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ അവിടെ നിന്ന് എത്രമാത്രം ഹൈറ്റിലോട്ട് ഇത് പോകാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുക. ഏകദേശം 3200 വരെ വന്നിരിക്കുന്നതാണ്. സോ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉണ്ട്. ഇത് വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. സോ അതൊരു റേഞ്ചിലിപ്പം ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു 2000-2100 റേഞ്ചിൽ നിൽക്കുകയാണ്. ആ ഒരു റേഞ്ചിൽ ബൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു പുൾ ബാക്ക് വരും. മാർക്കറ്റിൻ്റെ നെഗറ്റീവ് ട്രെൻഡൊക്കെ മാറി പോസിറ്റീവ് ബേസിലോട്ട് വന്നിട്ടുണ്ട്. സോ ഇതൊരു അപ്സൈഡിലോട്ട് ഗ്രാജുവലി കയറും. എൻ്റെ കൺവിക്ഷൻ, എൻ്റെ സ്റ്റഡീസും പറയുന്നത് അപ്സൈഡ് തീർച്ചയായിട്ടും അത് മൂവ് ചെയ്ത് തുടങ്ങും ഉടനെ തന്നെ. ബൈയിങ് റേഞ്ച് വരുന്ന ഏകദേശം 2000-2100 വരുമ്പോൾ ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റയടിക്കല്ല, ബൈ ചെയ്ത് ഗ്രാജുവലി ബൈ ചെയ്യുക. അടുത്ത സ്റ്റോക്ക് എം&എം ആണ്. ഞാൻ അതിന് അടുത്തൊരു വീഡിയോയിൽ പറയാം. എം&എമ്മിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്, എവിടെയാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക, അതിന് സോൺ എങ്ങനെയാണ് വരുന്നത് കൃത്യമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. സോ TCSഉം റിലയൻസും അത്യാവശ്യം നല്ല രീതിയിലുള്ള, TCS നല്ല രീതിയിൽ ബൈ ചെയ്യാൻ പറ്റിയ സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് റിലയൻസും. സോ ഒരു വെൽത്ത് അക്യുമുലേഷന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് നോക്കാവുന്നതാണ്. ദാറ്റ് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ളതാണ്. താഴേക്ക് പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. നമുക്ക് ട്രസ്റ്റ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കാവുന്ന ഒരു വെൽത്ത് ഹോൾഡ് ചെയ്യാവുന്ന നല്ല അടിപൊളി സ്റ്റോക്ക്.